നമസ്കാരം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് KPCC നേതൃത്വം വ്യക്തമാക്കിയെങ്കിലും കോൺഗ്രസിൽ കൂട്ടയടി തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് പരസ്യമായി പ്രഖ്യാപിച്ച് വിവാദത്തിന് തുടക്കമിട്ട സുധാകരൻ തന്നെയാണ് പോരിന്റെ കേന്ദ്രബിന്ദു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശനെയും ചെന്നിത്തലയെയും ഒരുമിച്ച് വെട്ടാനാണ് സുധാകരന്റെ നീക്കം. ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ കണ്ട് സുധാകരൻ തന്റെ നിലപാട് അറിയിച്ചു. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്നാണ് സുധാകരൻ ആവശ്യപ്പെട്ടത്. ഈ കാര്യം സുധാകരൻ എഴുതി കൊടുത്തുവെന്നാണ് ഡൽഹിയിലെ വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചയെ KC വേണുഗോപാൽ എന്ന ഒരൊറ്റ പേരിലേക്ക് മാറ്റാനാണ് സുധാകരന്റെ നീക്കം. എന്നാൽ സുധാകരന്റെ നീക്കത്തിൽ കോൺഗ്രസിൽ അതൃപ്തി പ്രകടമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ അനുകൂലിക്കുന്നവരും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന നേതാക്കളും കോൺഗ്രസിൽ ഏറെയുണ്ട്. അതുകൊണ്ടുതന്നെ കേരള ഘടകത്തിൽ സുധാകരന്റെ നീക്കത്തിൽ എതിർപ്പ് ശക്തമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രസ്താവന നടത്തിയ സുധാകരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നിലപാട് മാറ്റിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേരാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ നിർദ്ദേശിച്ചത്. ഇതോടെ സൈബർ പോര് ശക്തമായി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അനുകൂലികൾ ഈ പോസ്റ്റിന് കീഴെ പൊങ്കാലയിട്ടതോടെ കമന്റ് ബോക്സ് പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയാണ് സുധാകരൻ നേരിട്ടത്. എന്നാൽ ഇതുകൊണ്ടൊന്നും നിർത്താതെ പോര് ഡൽഹിയിലേക്ക് നീട്ടുകയാണ് സുധാകരൻ ചെയ്തത്. തന്റെ വാദമുഖങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് സുധാകരൻ. കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ചർച്ചകളിൽ എന്താണ് കുഴപ്പമെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്തായാലും സുധാകരന്റെ നീക്കങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ ഖാർഗെയെ സുധാകരൻ നേരിട്ട് കാണുമെന്ന് ആരും കരുതിയതല്ല. സുധാകരന്റെ ഈ നീക്കം കോൺഗ്രസിൽ വീണ്ടും സൈബർ പോര് ശക്തമാക്കിയിട്ടുമുണ്ട്. KC അനുകൂലികളും സതീശൻ അനുകൂലികളുമാണ് തമ്മിലടിക്കുന്നത്. കോൺഗ്രസിലെ തന്റെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാനുള്ള യുദ്ധമാണ് സുധാകരൻ നടത്തുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സുധാകരന്റെ നീക്കത്തിന് ഹൈക്കമാൻഡ് തടയിട്ടിരുന്നു. കണ്ണൂരും സുധാകരന്റെ കാൽക്കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോവുകയാണ്. ഉറ്റ അനുയായിയായ റുജിൽ മാക്കുറ്റിക്ക് പോലും ഇക്കുറി നിയമസഭാ സീറ്റ് നൽകാൻ സുധാകരന് കഴിഞ്ഞിരുന്നില്ല. AICC ജനറൽ സെക്രട്ടറി ആയതോടെ KC വിഭാഗം കോൺഗ്രസിൽ ശക്തമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് KC പക്ഷത്തിനാണ്. KCക്ക് ഒപ്പം നിന്ന് തന്റെ ശക്തി കൂട്ടാനാണ് സുധാകരൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് എത്ര കണ്ട് വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.